തൊട്ടുപോകരുതവനെ. ഇവനെ ഞാൻ തല്ലും. പടം വേറെ ലെവല്, വേറെ ഒരു വൈബ്. അല്ല, അത് എഴുതി കാണിച്ചു തന്നെ നോ ലോജിക് ഓൺലി മാഡ്നസ്. അത് തന്നെയാണ് കാണുമ്പോൾ ഒരു ആഘോഷ ചിത്രം കേട്ടോ. മാസ് മസാല ഐറ്റമാണ്. മാസ് മസാല എന്ന് പറയാൻ അതിനപ്പുറം ഉണ്ട്. ഒരു പ്രാന്ത് സിനിമ. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ഭയം, ഭക്തി, ബഹുമാനം. തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ. ഇത് ഓവർ ദ ടോപ്പാണ്. ഓവർ ദ ടോപ്പ് പടങ്ങൾ നമ്മൾ കാണാറുണ്ടെന്ന് ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ഓവർ ദ ടോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടവരാതെ കാണിക്കില്ലല്ലോ. വയറിളക്കം, തൊട്ടവന് പിടിച്ചതിനൊക്കെ റെഫറൻസ് ആണ്. ഇഷ്ടം പോലെ അശ്വിൻ കോഴിക്കോട് പുള്ളി ഏത് സീനിൽ വന്നാലും വെറുപ്പിക്കലാണ്. ഇതിൽ കുറച്ച് സമയം കിട്ടുള്ളൂ, മാക്സിമം വെറുപ്പിച്ച് പോയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായില്ല. ദിലീപേട്ടൻ ഇങ്ങനെ മറ്റേ വാ തുറന്നിട്ടുള്ള പുള്ളിയുടെ മാസില്ല ഇങ്ങനെ ഇങ്ങനെ VFX-ന്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഒന്നും പറയണ്ട, പോട്ടെ. വെറുതെ എന്തിനാ എന്നെ ഓർത്തോണ്ടിരിക്കുന്നത്? എനിക്ക് കടപ്പാടൊന്നും ഇഷ്ടമല്ല. വേഗം പൊക്കോ. പിന്നെ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും. വിനീത് മുഴുനീള കഥാപാത്രമാണ്. വിനീതിൻ്റെ വെച്ച് വിനീത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ സ്ലോ മോഷൻ നടത്തവും ഭയങ്കര എക്സെൻട്രിക് ആയിട്ട്, മൊത്തം എക്സെൻട്രിക് ആയിട്ട് പടം കാണിച്ചേക്കുന്നത്. ധ്യാൻ വല്ലാതെ വെറുപ്പിച്ചിട്ടില്ല. ധ്യാൻ്റെ ക്യാരക്ടറും കൊള്ളായിരുന്നു. ധ്യാൻ വന്നിട്ട് ധ്യാൻ്റെ ഡയലോഗ് ഡെലിവറിയും ഡബിങ് ഒക്കെ നന്നായിട്ടുണ്ട്. കാരണം കുറച്ച് നോങ് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. സാൻഡി മാസ്റ്റർ പുള്ളി മറ്റേ ലോകയിലൊക്കെ കിട്ടണം ക്യാരക്ടർ ആയിട്ട് ഇങ്ങനെ നിൽക്കുക മലയാളത്തിലെ ആളുകൾക്കിടയിൽ. അപ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്ന് പുള്ളിയെ കൊണ്ടുവന്ന് പുള്ളിയെ അവരതിച്ചു കൊടുത്തത്. പാവപ്പെട്ടവരെ ചതിക്കരുത് പ്ലീസ്. സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോന നശിപ്പിച്ച്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സിനിമയിലെ മിസ്റ്റർ ബട്ടറിലെ ഗോപാല എന്നുള്ള പാട്ട് നശിപ്പിച്ച്, താങ്കണൊക്കെ നശിപ്പിച്ച്. പിന്നെ എനിക്കും ജീവിക്കണ്ടേ. അങ്ങനെ ഇനിയാണ് ലാലേട്ടൻ്റെ വരവാണ്. ഫ്രം ഗില്ലി യൂണിവേഴ്സിറ്റി. ലാലേട്ടൻ്റെ കഥാപാത്രം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കോമാളി, ദ വേഴ്സ്റ്റ് ക്യാമിയോ എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹിസ് കരിയർ. എനിക്ക് ഇതുപോലെ എന്ത് പറയുന്നത് എനിക്കറിയില്ല. സോറി, കട്ട് ചെയ്തോ.